ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനും ഏഷ്യാനെറ്റ് ചാനലിൻ്റെ മുതലാളിയുമായ രാജീവ് ചന്ദ്രശേഖർ നല്ലൊരു മതേതരനാണെന്ന് ബോധ്യപ്പെടുന്ന പ്രതികരണം കാണാനിടയായി. ഈസ്റ്റർ ദിനമായതുകൊണ്ട് ചില സഭാപിതാക്കന്മാരെയൊക്കെ കാണാൻ പോയി, സന്ദർശിക്കാൻ പോയി, സമ്മാനങ്ങളുമായിട്ട്. പ്രത്യേകിച്ച് അതിൽ തിരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തികളെന്നൊക്കെ പറഞ്ഞാൽ നേരത്തെ ചില അഴിമതി ആരോപണങ്ങളൊക്കെ നേരിട്ട വ്യക്തികളെയൊക്കെ ഭീഷണിപ്പെടുത്തി ഒപ്പം നിർത്തിയിട്ടുണ്ട്. കാര്യം അവരെ പിടിച്ചകത്തിടുമെന്ന് ഭയപ്പെടുത്തിയാൽ, ഭൂമി കുംഭകോണ കേസുമായി ബന്ധപ്പെട്ട് പിടിച്ചകത്തിടും, ഇ.ഡി. വരുമെന്നൊക്കെ ഭയപ്പെടുത്തി അവരെ മുൾമുനയിൽ നിർത്തി സന്ദർശനം നടത്തി. കാര്യം മുനമ്പം വിഷയത്തിൽ ആൾക്കാരെ തേച്ചിരിക്കുന്നതിനാൽ വീട് വീടാന്തരം കയറിപ്പോകാനായിട്ട് പറ്റാത്ത സാഹചര്യമുണ്ട്. അങ്ങനെ തലസ്ഥാനത്തെ ചില ദേവാലയങ്ങളിലൊക്കെ ചെന്നതിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന കേൾക്കാനിടയായി. അവിടെയാണ് ആ മികച്ച മതേതരനെ കാണാനിടയായത്. എന്തൊരു കരുതലാണ് ആ പ്രതികരണത്തിൽ. മലയാള ഭാഷ കൈകാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് തോന്നയ്ക്കൽ പഞ്ചായത്തിലെ മുഴുവൻ അരിമണികളും നുള്ളിപ്പറക്കുന്നത് പോലെ തന്നെയാണ്. പിന്നെ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്ന സന്ദർഭത്തിൽ പഠിച്ച സ്കൂളും വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ എഴുതി വായിച്ചതുപോലെ തന്നെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആ മതേതരത്വം പഠിച്ചു വച്ചിരിക്കുന്നത് ആ ഓർഡറിൽ പുറത്തു വന്നിട്ടുണ്ട്. കേൾക്കണം. കാര്യം വഖഫ് ബില്ല് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ നല്ലതിന് വേണ്ടി കൊണ്ടുവന്നതാണല്ലോ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ മുസ്ലിം സ്നേഹം കൂടി ആ വാക്കുകളിൽ കൃത്യമായി നിഴലിക്കുന്നുണ്ട്. അല്ല, അത് സ്നേഹയാത്ര എന്ന് പറയുമ്പോൾ അതൊരു മെയിൻ സ്ട്രീമായിട്ട് ഇപ്പോൾ ആയി. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല. ഞാൻ പറഞ്ഞ മാതിരി ഞങ്ങൾക്ക് ഈസ്റ്ററും ക്രിസ്മസും ദിവാളിയും ഓണവും വിഷുവും എല്ലാം ഒരേ സമാനം ഒരു ബി.ജെ.പി. പ്രവർത്തകർക്ക് ജനങ്ങളുടെ ഒപ്പം ആഘോഷിക്കുന്ന ഇതെല്ലാം അവസരങ്ങളാണ്. എല്ലാ അവസരങ്ങളും ഞങ്ങൾ കണ്ട് ആഘോഷിക്കുന്നു. ജനങ്ങളെ ആശംസകൾ ഞങ്ങൾ പറയുന്നു, കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു യാത്രേൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ കാർഡ് പോയിട്ടുണ്ട്. ഇതിൻ്റെ ഇനി സ്പെഷ്യലായിട്ടൊരു യാത്രേൻ്റെ ആവശ്യമില്ല. എല്ലാ ആഘോഷവും ഈസ്റ്റർ ആണോ, ക്രിസ്മസ് ആണോ, വിഷു ആണോ, ഓണമാണോ, ഞങ്ങളുടെ പ്രവർത്തകർ, ഞങ്ങളുടെ ഡിസ്ട്രിക്ട് ലെവലും സ്റ്റേറ്റ് ലെവലും പ്രവർത്തകർ, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആണോ, ഹിന്ദു കമ്മ്യൂണിറ്റി ആണോ, എല്ലാവരും വീട്ടിൽ പോയിട്ട് അവരെ ആശംസകൾ ഞങ്ങൾ പറയുന്നു. അതെ, ഈസ്റ്റർ, ദീപാവലി, ക്രിസ്മസ്, ഓണം, വിഷു കേരളത്തിൽ ഇത്ര ആഘോഷമേ ഉള്ളൂ. വേറെ ഒരാഘോഷവും ഇല്ല. മുഹറം, ഈദ്, നബിദിനം തുടങ്ങിയുള്ള ആഘോഷങ്ങളൊക്കെ അത് രണ്ടാം കുടിയിലുള്ളതാണ്. അത് നമ്മുടെ നാവിൽ വരത്തില്ല. ഒരു പ്രതികരണത്തിനിടയിൽ 2 തവണ ഇക്കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ അത് കടന്നു വരുന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആ മികച്ച മതേതരനെ നമ്മൾക്ക് വായിച്ചെടുക്കാവുന്നതാണ്. നേരത്തെ അങ്കമാലിയിൽ സ്ഫോടനം ഉണ്ടായ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ വന്നത് ഓർമ്മയില്ലേ? അതിന് ഈ നാട്ടിൽ പൊങ്കാലയും ഒരു കേസൊക്കെ വന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ മികച്ച മതേതരത്വം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. ഒരു മതവിഭാഗത്തിൻ്റെ ആഘോഷങ്ങൾ പോലും പറയാൻ അദ്ദേഹത്തിൻ്റെ നാവ് പൊന്തുന്നില്ല, പറയാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു മതേതരനാണ് രായി മുതലാളി എന്ന് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലൂടെ നാട്ടുകാർ ചോദിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ആ കോലും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരുത്തന് അതെന്താ ഇത്ര ആഘോഷമേ കേരളത്തിലുള്ളോ എന്ന് ചോദിക്കാൻ പോലും നാവ് ഉയരാത്തിടത്താണ് ഇവരുടെയൊക്കെ അടിമ മനോഭാവങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്. കേരളത്തിൽ ഈസ്റ്റർ ദിനത്തിലൊക്കെ ചില ലോഹയിട്ടവരെ പോയി കണ്ട് ക്രിസ്തീയ വിശ്വാസികളെ ചാക്കിലിറക്കാം, പെട്ടിയിലാക്കാമെന്നൊക്കെ സംഘപരിവാർ സ്വപ്നം കാണുന്നുണ്ട്. പക്ഷേ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് മുനമ്പത്തുകാരെ പറ്റിച്ചതിന് പിന്നാലെ ഓർഗനൈസറിൽ വന്ന ലേഖനം, ആ ലേഖനത്തിൽ കൃത്യമായി എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് നടപ്പാക്കുകയാണ് സംഘപരിവാറിൻ്റെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ ഈസ്റ്റർ ദിനത്തിൽ തൃശ്ശൂരിൽ ഒരു കേന്ദ്ര സഹവാഴാജിയും ഒപ്പം ഇങ്ങ് തിരുവനന്തപുരത്ത് പ്രസിഡന്റും കൊണ്ട് തന്നത് സ്നേഹപൂർവ്വം വാങ്ങി വയ്ക്കുന്നുണ്ടെങ്കിൽ അതൊരു കൊലച്ചോറാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കൊണ്ടുവരുന്നവർ യൂദാസന്മാരാണ്, മുന്നമാരാണെന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പിന്നീട് കൈയും കാലിട്ടടിക്കുമ്പോൾ ആരും കാണാനുണ്ടാകില്ല എന്ന് പിതാക്കന്മാർ ഓർത്തിരിക്കുന്നത് ഈ ഈസ്റ്റർ ദിനത്തിൽ നല്ലതായിരിക്കും.